ശരിക്കും അതിശയിക്കാണ് ഇത്രയും നല്ലൊരു റെസിപ്പി, ഇത്രയും ടേസ്റ്റിയുള്ള റെസിപ്പി, ഇത്രയും നമ്മുടെ നാട്ടിൽ ഇത്രയും സുലഭമായിട്ട് കിട്ടുന്ന ഈ ചക്ക കൊണ്ട് ഈ റെസിപ്പി എന്തുകൊണ്ട് മലയാളം യൂട്യൂബ് ചാനലിൽ ആരും ചെയ്തിട്ടില്ല എന്നുള്ളത് ചിലപ്പോൾ അതിനുള്ള ഭാഗ്യം കിട്ടി എനിക്കായിരിക്കും. ഹായ്, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. നല്ല മഴയുള്ള സമയമാണ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു കേട്ടോ. ഇന്ന് മഴ ഒന്ന് അടങ്ങി നിൽക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇന്ന് എന്താണ് ഉണ്ടാക്കാമെന്ന് നോക്കിയപ്പോൾ ഒരു സ്പെഷ്യൽ ഐറ്റം എൻ്റെ കണ്ണിൽ പെട്ടു. ഞങ്ങളുടെ അപ്പുറത്തെ പറമ്പിൽ, അവിടെ കാണുന്ന പറമ്പിൽ കുറേ അധികം ചക്ക നിൽപ്പുണ്ട്. പച്ചച്ചക്കയാണ്. അപ്പോൾ അവിടെ ആൾത്താമസമില്ലാത്ത പറമ്പാട്ടോ, ഈ ചക്കയെല്ലാം വെറുതെ വേസ്റ്റായി പോകുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് ഈ ചക്കയെ കൊണ്ടൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ ആ ചക്കയൊന്ന് സൂം ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങൾ കണ്ടോ, കുറേ ചക്ക ഇങ്ങനെ വെറുതെ നിൽപ്പുണ്ട് അവിടെ. ഒപ്പം അതിൻ്റെ റംബൂട്ടാൻ കണ്ടോ, കുറേ അധികം കാഴ്ച കൊടുത്താൽ നിൽപ്പുണ്ട്. കൊല്ലമായിട്ട് കുറേ ഉണ്ട് കണ്ടോ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോണേ, അപ്പുറത്തെ പറമ്പിലേക്ക് ഒന്ന് ചാടിയിട്ട് ഒരു ചക്ക എടുത്തിട്ട് നമ്മുടെ കിച്ചണിലേക്ക് കൊണ്ടുപോയിട്ട് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതായിട്ടൊന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചക്കയുമായിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. വളരെ ചെറിയൊരു ചക്ക ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഒട്ടും മുറ്റാത്ത ചക്കയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചക്ക എടുത്തിരിക്കുന്നത്. ഇനി എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അടുത്ത ക്വസ്റ്റ്യൻ. ഈ ചക്ക, പച്ചച്ചക്ക കൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കബാബാണ്. ജാക്ക്ഫ്രൂട്ട് കബാബ് എന്ന് പറയും. ഇത് ശരിക്കും നമ്മുടെ കേരളത്തിൽ അധികം ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ല. ഞാൻ കർണാടകയിൽ മംഗലാപുരം ഭാഗത്തൊരു ഫംഗ്ഷന് പോകുമ്പോൾ അവിടെ വെജ് ബൊഫയുടെ കൂടെ എന്താണ് സാധനമാണ്, ശരിക്കും ചിക്കൻ്റെ ലുക്ക് ഉണ്ടായിരുന്നു ആ സാധനത്തിന്. കഴിച്ചപ്പോഴും വല്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ അവിടുത്തെ ആ കാറ്ററിംഗുകാരോട് ഞാൻ ചോദിച്ചു ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പോൾ അവർ പറഞ്ഞതെന്നാണ് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ വന്നിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലും മലയാളം ചാനൽസ് കുറേ സെർച്ച് ചെയ്തു, ആരും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ടൊരു കിടിലൻ കബാബാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ സ്ലാബ് വൃത്തിയേടാക്കാൻ വേണ്ടി കുറേ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഉപയോഗിക്കുന്ന കത്തിയില്ലേ, നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തിയിലും നമ്മുടെ കയ്യിലും കുറച്ച് വെളിച്ചെണ്ണ ഇടുക കേട്ടോ. അല്ലെങ്കിൽ ഇത് കയ്യിലൊക്കെ ഇതിൻ്റെ കറ പിടിച്ചിട്ട് വൃത്തിയേടാവും. എന്തായാലും ഇതിപ്പോൾ ഒരുപാടുണ്ട്. എന്തായാലും ഇത്രയും ചക്ക കൊണ്ട് ഉണ്ടാക്കേണ്ട പരിപാടിയാണ്. എൻ്റെ കൈയുടെയൊക്കെ അവസ്ഥ ഉണ്ടോ, എന്നെ നിന്ന് മാറ്റി വെച്ചിട്ട്. അപ്പോൾ ഇത്രയും മതി നമുക്ക്. അപ്പോൾ അത് ശരിക്കും ഒരു ടാസ്ക് തന്നെയായിരുന്നു. ഇത്രയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിന് മുമ്പ് പെട്ടെന്ന് ഞാൻ ഒരു ടിപ്പ് നിങ്ങളെ കാണിക്കാനാണ്. കണ്ടോ, ഞാൻ എണ്ണയൊക്കെ ഇട്ടെങ്കിലും ഒരു ഗുണം ഉണ്ടായില്ല. ഫുള്ള് ചക്കയുടെ കണ്ടോ കറ പിടിച്ചിട്ടിങ്ങനെ ഇരിക്കുക. ഇത് വൃത്തിയാക്കുക വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ. എണ്ണ കൊണ്ടൊക്കെ തുടച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് എളുപ്പം റിമൂവ് ചെയ്യാൻ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. പലർക്കും അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് ഉപയോഗപ്പെട്ടെ കേട്ടോ. ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ട് ചൂടാക്കാൻ വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ കണ്ടോ എല്ലാം ഉരുകി ഇളകി ഒരു പേപ്പർ കൊണ്ട് തുടച്ചു കൊടുത്താൽ മതി. ക്ലീൻ അല്ലേ? വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റി നമുക്ക്. അപ്പോൾ നമ്മുടെ 3 കത്തികൾ വളരെ ഭംഗിയായിട്ട് വളരെ ഈസി ആയിട്ട് വൃത്തിയായിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും മാർഗ്ഗങ്ങൾ ഉണ്ടെങ്കിൽ, ഇത്രയും ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റിയ മാർഗ്ഗങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിലെ കറ ഇതുപോലെ റിമൂവ് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. എന്തായാലും അതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചക്ക കബാബിൻ്റെ ഐറ്റംസ് എല്ലാം റെഡിയാണ്. എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. കുറച്ച് നല്ല കഷ്ണങ്ങൾ വൃത്തിയാക്കി വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്താട്ടോ, കഴുകി തോരാൻ വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യേണ്ടത്, ഇത് എന്താ പറയുക, കബാബ് ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു മിക്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇല്ലേ എടുത്തിട്ടുണ്ട്.
5 ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്, 5 ടേബിൾ സ്പൂൺ മൈദ മാവ് എടുത്തിട്ടുണ്ട്, 5 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, കുറച്ച് കളർ കിട്ടും, എരിവ് കുറച്ച് കുറവായിരിക്കും. അതാണ് ഞാൻ 5 ടേബിൾ സ്പൂൺ ഇട്ടത് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്, 1 ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്, 1 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, 1 ടീസ്പൂൺ തന്നെ ഉപ്പ് ഇടുന്നുണ്ട്, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടേബിൾ സ്പൂണ് നാരങ്ങാ നീര് ഒഴിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഇതിനാവശ്യമായ ഐറ്റംസ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾ എടുക്കുന്ന സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് അത്രയും ബൈൻഡ് ചെയ്യാൻ ആവശ്യമായ മിക്സ് എന്തായാലും നമുക്ക് വേണം. ആ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇത് കൂട്ടുക കുറയ്ക്കുകയും ചെയ്യാം. നമുക്കിനി വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. കൈ കൊണ്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. ഈ കട്ടയെല്ലാം നന്നായിട്ട് പൊട്ടിച്ച്, മൈദമാവിൻ്റെ കുറച്ച് കട്ടയുണ്ടാവും, അതൊക്കെ ഒന്ന് പൊട്ടിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിലാക്കി എടുക്കാം കേട്ടോ. എനിക്ക് ഈ മിക്സ് ഇങ്ങനെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റെഡിമെയ്ഡായിട്ട് കബാബ് മിക്സ് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും, അത് വാങ്ങി ഉണ്ടാക്കാം കേട്ടോ. നമ്മളിത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഇനി നമ്മൾ ഈ ചക്കയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചക്ക കുറേ സമയം ഇരുന്നോണ്ടായി കറുത്ത നിറത്തിലായത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതൊരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ മാരിനേറ്റ് വെച്ച ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചക്ക ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഞാൻ വെച്ചിട്ടുണ്ട്. മസാലയിൽ നല്ല മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്, എണ്ണ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോവാണേ കുറച്ചധികം കറിവേപ്പില ചെയ്യണം. ഈ കറിവേപ്പില നമ്മൾ അവസാനം ഇട്ടാലും മതി, പക്ഷെ ആദ്യം ഇടുമ്പോൾ എണ്ണയ്ക്കൊരു പ്രത്യേക മണം കിട്ടും കേട്ടോ കറിവേപ്പിലയുടെ. നമ്മൾ നമ്മുടെ കബാബ് ഇതിലേക്ക് ഇട്ട് വറുത്തെടുക്കാണ്ട് വരും കേട്ടോ. നന്നായിട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിരിക്കണേ. ഇതൊരു ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒന്ന് വേവിക്കണം. കാരണം നമ്മൾ പച്ച ചക്ക വേവിക്കാതെ എടുത്തിരിക്കുന്നത്. നല്ല മൂക്കാത്ത ചക്ക ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ വെന്ത് കിട്ടും. നിങ്ങൾക്ക് കിട്ടുന്ന ചക്ക ഇനി കുറച്ചധികം മൂത്ത് പോയതാണെങ്കിൽ നിങ്ങൾ പ്രഷർ കുക്കറിന് ഒരു വിസിൽ അടിച്ചതിന് ശേഷം ഇത് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് അല്ലാതെ തന്നെ വെന്ത് കിട്ടും. നമ്മുടെ കബാബ് ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആയിട്ടുണ്ട്, നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ അടുത്ത സെറ്റ് അതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. അതിന് മുമ്പ് ഞാൻ തീ ഒന്നും കൂടെ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് അതൊന്ന് തിളച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇട്ടതിന് ശേഷം ഫ്ലെയിം ലോ ആക്കി കൊടുത്താൽ മതി. ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ അടുത്ത സെറ്റും വെന്തിട്ടുണ്ട്. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറയാൻ വിട്ടു, എടുക്കാൻ സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ എണ്ണ കുടിക്കുന്നത്. വേറൊന്ന് ഇത് 10 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടിയാൽ ഞാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ചക്ക ഒത്തിരി മുറ്റിയതാണെങ്കിൽ കുറച്ചുകൂടി സമയം വേവിക്കുക. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രഷർ കുക്കറിൽ ഒരു വിസിൽ അടിച്ചതിന് ശേഷം ഉണ്ടാക്കുക കേട്ടോ. നമുക്ക് മാറ്റാം. നമ്മുടെ കബാബെല്ലാം വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചെറിയൊരു ടിപ്പാട്ടോ, കുറേ മിക്സ് ബാക്കിയുണ്ടായിരുന്നു. ഞാനത് കുറേ സവാളയില്ലേ വലിയ ഉള്ളി അരിഞ്ഞിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്ത് നോക്കാം. ഇത് സക്സസ് ആണെങ്കിൽ നിങ്ങളോട് പറയാം, എങ്കിൽ ഒരു ടിപ്പായിട്ട് ഉപയോഗിക്കാമല്ലോ. ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ കുറേ ഇങ്ങനെ എക്സ്ട്രാ വരാറുണ്ട് ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ. എൻ്റെ മക്കളുടെ ഫേവറേറ്റ് ഐറ്റം ഉണ്ട് ഉള്ളി പക്കോട എന്ന് പറഞ്ഞ സാധനം. ഇതിലുണ്ടാവും നോക്കാം നമുക്ക്. അപ്പോൾ ഇത് സക്സസ് ആവുകയാണെങ്കിൽ ഇതും കൂടി ഞാൻ ടൈം ടേബിളിൽ കാണിക്കാം. അപ്പോൾ അതെ, ഒരു വരിക്ക് 3 പക്ഷി. ഇത് നമ്മൾ ചക്ക കബാബിലാണ് സ്റ്റാർട്ട് ചെയ്തത്.
പക്ഷെ അതിൻ്റെ ബാക്കി വന്ന മിക്സ് കൊണ്ട് നമ്മളിത് ഉള്ളി പക്കോട വളരെ ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് കൂടാണ്ടത് ഉള്ളി വട ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ എക്സ്ട്രാ ഞാൻ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതേ സെയിം മിക്സ് വെച്ചിട്ട് 2 ഉള്ളി വെച്ചിട്ടുണ്ടാക്കിയാണ്. ഇവിടെ ഒരാൾ എൻ്റെ മൂത്ത മോൻ ചക്ക കഴിക്കില്ല, ഞാൻ അവന് വേണ്ടി ഉണ്ടാക്കിയതാണ്. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ താരം ഇതാണ്, ചക്ക കബാബ്. എന്തായാലും വളരെ കിടിലൻ റെസിപ്പിയാണ്. ഇതൊന്നും ഞാൻ പൊട്ടിച്ച് കാണിക്കാം. അകത്ത് നോക്കിയാൽ ശരിക്കും ചിക്കനെ പോലെ ഉണ്ടാവും. ചിക്കൻ്റെ അതേ ടെക്സ്ചറാണ്, ചിക്കൻ കബാബ് തന്നെയാണ്. കണ്ടു കഴിഞ്ഞാൽ എന്താ കാണിക്കുന്നത് കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത്. അപ്പോൾ ഇതിന് ശരിക്കും ഗ്രീൻ ചട്നിയാണ് ശരിക്കും നല്ല കോമ്പിനേഷൻ. ഗ്രീൻ ചട്നി പറ്റിയാൽ അത് ഉണ്ടാക്കുക, അതല്ലെങ്കിൽ ഞങ്ങൾ ഇതേ സോസിൻ്റെ ഒപ്പമാണ് കഴിക്കാൻ പോകുന്നത്. പിന്നെ എന്തായാലും ഒരു കഷ്ണം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എങ്ങനെയൊന്ന് നോക്കാം നമുക്ക്. ശരിക്കും ചിക്കൻ കഴിക്കുന്ന പോലെ തന്നെ ഇല്ല, അതേ ടെക്സ്ചർ, അതേ കളറ്, റിയലി യമ്മി കേട്ടോ. വെജിറ്റേറിയൻസിന് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ കിടിലൻ റെസിപ്പിയാണ് ഈ ചക്ക കബാബ്, അല്ലെങ്കിൽ പച്ച ചക്ക കൊണ്ടുള്ള ഈ കബാബ്. സോ ഞാൻ ശരിക്കും അതിശയിക്കാണ്, ഇത്രയും നല്ലൊരു റെസിപ്പി, ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി, ഇത്രയും നമ്മുടെ നാട്ടിൽ ഇത്രയും സുലഭമായിട്ട് കിട്ടുന്ന ഈ ചക്ക കൊണ്ട് ഈ റെസിപ്പി എന്തുകൊണ്ട് മലയാളം യൂട്യൂബ് ചാനൽ ആരും ചെയ്തിട്ടില്ല. ചിലപ്പോൾ അതിനുള്ള ഭാഗ്യം കിട്ടി എനിക്കായിരിക്കും. എന്തായാലും ഈ ഒരു റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജി.